ആരാധനയില് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സഹായിച്ചു, കൃപ അനുഭവിക്കുവാൻ സഹായിച്ചു, അനുഭവിക്കാൻ കഴിഞ്ഞവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നത് ഞാൻ എന്നും എപ്പോഴും പറയും, എങ്കിലും സ്തോത്രം ഒരിക്കൽ കൂടെ നിന്ന് വിളിച്ചു പറയുന്നു, കഴിഞ്ഞ ആഴ്ച മുതൽ ഇന്ന് വരെ ഭാരങ്ങളെ ചുമന്നൊരു ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ആമേൻ സ്തോത്രം സകല പ്രതികൂലങ്ങളും കീഴടങ്ങുന്നു. ആമേൻ. നമ്മെ തന്നെ ഒന്ന് സ്വർഗ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്താൽ ആമേൻ തമ്പുരാൻ നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ആ കരം ഇന്ന് വരെ കുറുകി പോയിട്ടില്ല. കൊടുക്കുക നിങ്ങൾ ദൈവത്തിന്, നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കുക. മറ്റെന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കൊടുക്കാൻ? ലഭിക്കുന്ന അമ്മൻ വരുമാനത്തിന്റെ ഒരു കുഞ്ഞു ദശാംശം കൊണ്ട് കൊടുത്താൽ കർത്താവിന് എന്തെങ്കിലും വേണം നമ്മുടെ ദശാംശം, അല്ലെങ്കിൽ അതെന്തെങ്കിലും ആകുമോ? ഇല്ല. നമ്മളെ തന്നെ നാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു, ഒറ്റമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നാമും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. നാമും നമുക്കുള്ള സകലതും കർത്താവിൻ്റെതാണ്. കർത്താവ് തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെന്ന് പറയുന്ന വ്യക്തി പോലും കർത്താവിൻ്റെതാണ്. നമ്മളിന്ന് നിൽക്കുന്ന നമ്മുടെ ജീവൻ, നാം എടുക്കുന്ന ശ്വാസം, അത് കർത്താവിൻ്റെതാണ്. ആമേൻ. കർത്താവ് തന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് തന്നത് മുഴുവൻ കർത്താവിന് മാത്രമേ കൊടുക്കാവുള്ളൂ, കർത്താവിന്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാവുള്ളൂ. ബ്രദറെ സ്തോത്രം. വീടിന്റെ ഫംഗ്ഷൻ എന്നാ പറഞ്ഞത്, ഞാൻ അതിനെ സമർപ്പണം എന്ന് മാറ്റി പറയുക. സ്തോത്രം. ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ച് പറയുക, പാല് കാച്ചി അത് ദൈവസന്നിധിയിൽ നിന്ന് മാറ്റി കളയുക. സ്തോത്രം. പാല് കാച്ചാൻ നിങ്ങൾ നിൽക്കരുത്. ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പറയുക. സ്തോത്രം. പ്രാർത്ഥിച്ച് ആ ഭവനം ദൈവസന്നിധിയിലേക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. 26 വർഷം മുമ്പ് നിങ്ങൾക്ക് ലഭിച്ച പ്രോമിസ് ഇപ്പൊ ഫുൾഫിൽ ആകുമ്പോ അതുകൊണ്ട് അന്യദേവന് കൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അവൻ പലരും പ്രേരിപ്പിച്ചേക്കാം, അത് ചെയ്യണം ഇത് ചെയ്യണം. നോ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. സ്തോത്രം. പാലൊന്നും തിളച്ചതുകൊണ്ട കാര്യമില്ല, അത് ദൈവമക്കൾക്കുള്ളതല്ല. അല്ലേ അല്ല. അത് അമൻ സ്തോത്രം ഭൂമിദേവനും വാസ്തുദേവനും ഒക്കെ സമർപ്പിക്കുന്ന സംരംഭമാണ്. അതുകൊണ്ട് അമൻ സ്തോത്രം കൊടുക്കരുത്. കൊടുക്കുക, വിളിച്ച ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ അമൻ സ്തോത്രം മുന്നോട്ട് പോകാൻ മുമ്പ് വേദഭാഗം വായിക്കാം. കൊരിന്ത്യർ ലേഖനം 2 Corinthians 7:1. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 2 Corinthians 7:1. നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അല്ലെങ്കിൽ ദൈവഭയത്തിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ അടുത്ത സമയത്തെങ്ങാനും ഈ ഭാഗം വായിച്ചവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇൻഡയറക്റ്റ് ആണെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. അത് കണ്ടവർക്കും കേട്ടവർക്കുമായിട്ട് മനസ്സിലാക്കിയവർ കുറച്ചേ ഉള്ളൂ, എങ്കിലും ആക്കിയവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് ഞാൻ വായിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്രകാശനമാണ് ഞാൻ ദൈവസഭയുടെ മുമ്പിൽ പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എന്താ ചെയ്യേണ്ടത്? വിശുദ്ധിയെ തികയ്ക്കണം. എന്നാണ് നമ്മുടെ വിശുദ്ധി തികയുന്നത്? എന്നാ തികയുന്നത്? നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും അവകാശപ്പെടാനുണ്ടോ? അമ്മ ഞാൻ ഭയങ്കര വിശുദ്ധിയിലായി ഇപ്പോ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല, പറ്റുമോ ഇല്ലെന്ന് അങ്ങനെ പറയാൻ. സ്തോത്രം. എന്താ നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കുക എന്ന് പറയുന്നത്? അമ്മൻ ഓരോ അനുദിനവും വിശുദ്ധിയുടെ ഓരോ സ്റ്റെപ്പ് നടന്നു കയറി നമ്മുടെ ജീവിത അവസാനം വരെ ആകുമ്പോ സ്തോത്രം കർത്താവിന്റെ ഹിതമാണെങ്കിൽ കർത്താവ് പറയും, നീ വിശുദ്ധിയെ തികച്ചു. അതിനു വേണ്ടിയിട്ട് നിത്യ ജീവിതത്തിൽ ഡേ ബൈ ഡേ അവൻ
നമുക്ക് മാറ്റങ്ങളും ഹല്ലേലൂയ സ്തോത്രം രൂപാന്തരങ്ങളും മാനസാന്തരങ്ങളും ഒക്കെ ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, അപ്പൊ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ മുകളിൽ എഴുതിയിട്ടുണ്ട് അത് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. 16-ാം വാക്യം അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ജഡത്തിലെയും ആത്മാവിലെയും സകലവിധമായ അഴുക്കുകളും നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവത്തോടുള്ള ഭയത്തില്, സ്തോത്രം, വിശുദ്ധി എവിടെ ഉണ്ടോ അവിടെ ദൈവഭയം ഉണ്ടായിരിക്കും, ഇല്ലേ? ദൈവഭയം ഇല്ലാത്തടത്ത് വിശുദ്ധി വരത്തില്ല, അല്ലെങ്കിൽ വിശുദ്ധി ഇല്ലാത്തടത്ത് ദൈവഭയവും കാണത്തില്ല. ദൈവത്തെ നാം ഭയപ്പെടണം. സ്തോത്രം. അതിനർത്ഥം എന്താ? ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം പോലീസുകാരെ കാണുന്ന പോലെ കാണണമെന്നാണോ? ആണോ? അല്ലെങ്കിൽ തീവ്രവാദിയെ കാണുന്ന പോലെ കാണണമെന്നാണോ? അല്ല. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടുള്ള ഭയം, അല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ അപ്പച്ചന്മാരുടെ മുമ്പിൽ ആരും പോയി നിൽക്കത്ത് പോലും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഓക്കെ, വെള്ളിപ്പച്ചന്റെ മുമ്പിൽ ആരും പോയി അങ്ങനെ നിൽക്കത്തില്ല. അമ്മച്ചിക്ക് മാത്രമേ പോകാനുള്ള റൈറ്റ് ഉള്ളൂ, സംസാരിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. അതല്ല ഭയം എന്ന് പറയാം. അത് ഭയമായി, സ്തോത്രം, പേടിയായി. പക്ഷേ ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉരുവാകുന്നതാണ്. ആമേൻ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉരുവാകുന്ന ഒരു ഭയത്തിനകത്ത് നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം നിങ്ങളുടെ വിശുദ്ധിയെ ആമേൻ സ്തോത്രം നിങ്ങൾ തികയ്ക്കുവാൻ അനുദിനം ശ്രമിക്കേണ്ടതാകുന്നു, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. 14-ാം വാക്യം തൊട്ട് വായിച്ചാൽ, 6:14 തൊട്ട് വായിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ നിങ്ങൾ കൂടരുത്. സ്തോത്രം. നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്, വിവാഹവുമായി സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആമേൻ സ്തോത്രം വിശ്വാസി അവിശ്വാസിയുമായിട്ട് ഒരു കൂട്ടുകെട്ടിനും പോകരുത്. സ്തോത്രം. ഞാൻ പറയുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള ജോലി ബന്ധം അവരോട് സംസാരിക്കുന്നത് എന്നല്ല. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്ത്, നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് സ്തോത്രം അവിശ്വാസിയുമായിട്ടുള്ള ബന്ധം നമുക്ക് പാടില്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, കഴിയുന്നതും എന്താ പറയാ, ഷെയർ ബിസിനസ്, എന്താ പറയുക, പാർട്ണർഷിപ്പ് ബിസിനസ്സിന് പോകരുതെന്ന്. കഴിയുന്നത് പോകാതിരിക്കും നല്ലത്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ നല്ല നല്ല ബിറ്റർ എക്സ്പീരിയൻസസ് ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പോയിട്ട് കഷ്ടതയുടെ അപ്പുറത്ത് പെട്ടുപോയിട്ടുണ്ട്. ആമേൻ. എങ്കിലും കർത്താവ് നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവങ്ങളെ, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ആമേൻ ഈ മാസമാകുമ്പോൾ 25 വർഷമാകും. ഞാനത് ഇന്നാവും. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 25 വർഷമാകും. ആമേൻ. ഹല്ലേലൂയ. 25 വർഷം ആമേൻ ആമേൻ. ആ ഗ്രാഫ് ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്റെ കർത്താവിന്റെ സ്നേഹം, എന്റെ കർത്താവിന്റെ കരുതല് അവൻ രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ, അല്ലേ? അവൻ നല്ലവരെന്ന് രുചിച്ചറിയുന്ന വചനമുണ്ട്. അത് വെച്ച് കാണിച്ചുകല്ല ഞാൻ എന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാ, എന്റെ കർത്താവ് നല്ലവൻ മാത്രം. സ്തോത്രം. എന്റെ യേശു നല്ലവൻ മാത്രമാണ്. 25 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം, നന്മയല്ലാതെ തിന്മ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. എന്തെങ്കിലും തിന്മ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തം കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു ബിസിനസ് നടത്താൻ പോയി. എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ബിസിനസ് നടത്താൻ പോയി. അന്ന് പുനരാം ഭാഷ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനൊരു കാര്യമുണ്ട്. അമ്മൻ സ്തോത്രം. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഇതൊരു തലവേദന വിഷയമാണല്ലോ. പിന്നെ ഞാൻ പോയി പറഞ്ഞു, പിന്നെയും പോയി പറഞ്ഞു. പുള്ളി പറഞ്ഞു, എന്നാ ചെയ്തോളാം, എന്നാല് ചെയ്തോളാം. ഞാൻ ചെയ്തു. സ്തോത്രം. 8 നില പൊട്ടി. അമ്മൻ കടക്കണിയുടെ അപ്പുറത്തെ കടക്കണിയിൽ പോയി
അമേൻ സ്തോത്രം ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ മസ്കറ്റിൽ നിന്ന് ഒളിച്ചോടി സൂറിൽ പോയി താമസിക്കേണ്ട അവസ്ഥ വന്നു. അവിടെ ജോലി കിട്ടിയോണ്ട് ഞാനതിനെ അങ്ങനെ പറഞ്ഞ് ഞാൻ ഒളിച്ചോടി. കടക്കാരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് സ്തോത്രം ഒത്തിരി ട്രൈ ചെയ്തു. പലവിധമായ കഷ്ടതകളിൽ കൂടെ ഞാൻ കടന്നുപോയി. കടം വാങ്ങിച്ച് ഷർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. പല ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ജോലി പോയി കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇട്ടുകൊണ്ട് പോകാൻ ഒരു ഷൂ ഇല്ലാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആമേൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എങ്കിൽ കേൾക്കാത്തവരോട് ഞാൻ പറയുക, പുന്നൂരാം പാസ്റ്ററുടെ പെങ്ങൾ അദ്ദേഹത്തിന് കോവാടി സ്റ്റേപ്പ് കൊടുത്തു വിട്ടു. ആമേൻ അത് അദ്ദേഹത്തിന്റെ സൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ എന്റെ സൈസ് നോക്കി അവര് എന്നോ കൊടുത്തു വിട്ടു. ആമേൻ ആ കുറെ കാലം ഞാൻ അതിട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും ഞാൻ നേരത്തെ ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ നാളുകളിൽ എപ്പോഴും. എങ്കിലും ഞാൻ കർത്താവിനോട് ചോദിച്ചില്ല വൈ ലോർഡ് എന്ന്. ഈ വാക്ക് തന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളൂ, വൈ ലോർഡ് എന്ന്. ആമേൻ സ്തോത്രം. ഞാൻ കർത്താവിനെ കണ്ടുകൊണ്ട് ഇറങ്ങിയത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. സത്യം തുറന്നു പറയാം, ഒന്നും പ്രതീക്ഷിച്ചതല്ല. എന്നെ ആദ്യമായിട്ട് ചർച്ചിലോട്ട് ഡയറക്റ്റ് ചെയ്ത് ദേവദാസനായിരിക്കുന്നത്. ഇന്നും ഞാൻ ആ സന്ദർഭങ്ങൾ ഓർക്കുന്നുണ്ട്. അമ്മ തലേ ദിവസം വന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ ഞാൻ 10:10 എങ്ങാണ്ട് ആകുമ്പോൾ 11 മണിക്ക് 10:30 ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ പോകാൻ ഒരു താല്പര്യമില്ലാത്ത മനുഷ്യനായിരുന്നു. സ്തോത്രം. ഒട്ടും താല്പര്യമില്ലാത്ത മനുഷ്യനായിരുന്നു. എങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനുണ്ടായ അസുഖമാണ് അവൻ എന്നെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് തന്നെ നടത്തിയത്. അദ്ദേഹം വരത്തില്ല. ഞാൻ വിചാരിച്ചു നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യും, പള്ളിയിൽ കൊണ്ടുപോയി വരാൻ പറഞ്ഞാൽ ആരെങ്കിലും വരുമോ. അപ്പൊ 10:30 ആയപ്പോ തന്നെ വന്നു. എങ്ങനെയോ ഞാൻ ഒരുങ്ങി, എങ്ങനെയോ ഞാൻ അവിടെ പോയി. സ്തോത്രം. ഒരു ജൂണിലാ പോകുന്നത്. 25ാമത്തെ വയസ്സായി വിശ്വാസത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അന്ന് തൊട്ട് അവൻ ഇന്ന് വരെ ഈ ചർച്ചിൽ തന്നെ. അവൻ ചാടിയില്ല, ഓടിയില്ല. ഓടിപ്പോകാൻ ഒത്തിരി വഴികളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പേര് ഓഫറുകൾ തന്നു. ഒത്തിരി പേരല്ല, 2-3 പേര് ഓഫറുകൾ തന്നു. പോയില്ല. സ്തോത്രം. എന്താണെന്നറിയാമോ, നമ്മൻ നട്ടത് ഇവിടാണെന്നുള്ളൊരു ബോധ്യം ഇന്നുണ്ട്. ഇവരാരെയും പറഞ്ഞു വിട്ടല്ലാതെ പോകരുതെന്നാണ് എന്റെ ആഗ്രഹം. സ്തോത്രം. സത്യം പറയുക, അവൻ പറഞ്ഞു വിട്ടല്ലാതെ ഇവിടുന്ന് പോകരുതെന്ന ആഗ്രഹം. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ദൈവസ്ഥത്തിൽ വരേണ്ടത്. സ്നേഹം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ദൈവ സ്നേഹം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒന്നും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്നത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് പിണങ്ങാൻ പോകരുത്. അസ്വസ്ഥത കാണിക്കരുത്. കാരണം എന്താ, നിങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്. ആണോ അല്ലേ? നിങ്ങൾ നിൽക്കുന്നത് എവിടാ? ദൈവത്തിന്റെ മുമ്പില്. ഒരച്ചായനെ കണ്ടുകൊണ്ടല്ലോ ആരാധിക്കാൻ വന്നതാണോ? അങ്ങനെയുള്ളവർ അടുത്ത ആഴ്ചോട്ട് വരരുത്. സ്തോത്രം. ദൈവത്തെ യേശു ക്രിസ്തുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആരാധിക്കാൻ വരുന്നവന്റെ തലമുറകൾ പോലും അനുഗ്രഹിക്കപ്പെടും. തലമുറകളെ അനുഗ്രഹിക്കപ്പെടും. 1000 തലമുറ വരെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ മുമ്പിലാ വന്നു നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ മനുഷ്യരിൽ നിന്ന് ഒന്നുമേ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന അവൻ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വന്നേക്കാം. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ലവ് യുവർ ഗോഡ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ എന്നാലും സ്നേഹിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചു പറയണം, കർത്താവേ ഞാൻ എന്നെ സ്നേഹിക്കുമെന്ന്. ദൈവ ഭയത്തിൽ നിന്നുകൊണ്ട് പറയണം, കർത്താവേ ഞാൻ എന്നെ സ്നേഹിക്കുമെന്ന്. സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കളെ, വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന്റെ ആധാരമെന്ന്. വായിച്ചിട്ടുണ്ടോ ആരെയും? ഒരുവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന്റെ ആധാരം. അതായത് നിന്റെ സമ്പത്തല്ല നിന്റെ ജീവന്റെ ആധാരമെന്ന്. അല്ല, നിന്റെ ജോലി വലിയതായിരിക്കാം, ചെറിയതായിരിക്കാം. ചെറിയ ജോലി ആയതുകൊണ്ട് അയ്യോ അവർക്കൊക്കെ നല്ല ജോലിയാ, എനിക്കില്ലെന്ന് ആരും പറയണ്ടെന്നേ. നടത്തിയില്ലേ തമ്പുരാൻ ഇതുവരെ? നടത്തിയില്ലേ തമ്പുരാൻ ഇതുവരെ? സ്തോത്രം. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് അവൻ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കരുത്. ഒരല്പം അവൻ സ്തോത്രം സങ്കടമാണെന്ന് തോന്നിയാലും അവൻ ഹല്ലേലൂയ ഉറച്ചങ്ങ് നിൽക്കണം. ഉറച്ചങ്ങ് നിൽക്കണം. അവന് ചാടാൻ നിൽക്കരുത്. ചാടിയവരെ ഒത്തിരി പേര് എനിക്കറിയാം. ചാടിയവരെ ആരെ നന്മ കണ്ടിട്ടില്ല. ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ചാടി നടന്നവരെ ആരെയും കണ്ടിട്ടില്ല. അവൻ ഒത്തിരി ചാടുന്നവരുണ്ട്, ഒത്തിരി ഇപ്പോഴും ചാടുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതല്ല നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. വീണ്ടും എടുത്തു പറയുക, ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന്. അവൻ സ്തോത്രം. അങ്ങനെ നിൽക്കുന്നവരെ തന്റെ കൈ വെള്ളയ്ക്കകത്ത് ദൈവം കൊണ്ടു നടക്കും. I do believe that and I do trust that. Amen. ആ ദൈവമാണ് നമ്മുടെ ദൈവം. Amen.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, പായിടാനാ വിളിച്ചതെങ്കിൽ വിശ്വസ്തരായിട്ട് പായിട്ടേക്കണം. എന്തെങ്കിലും ദൈവത്തിന് തോന്നുക പൊക്കിയെടുത്ത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ ദൈവമായിട്ട് അത് ചെയ്യും. വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ ദൈവ ഭയം ഉണ്ടാകണം. ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂർ ചർച്ചിലൊക്കെ എക്സ്പീരിയൻസ് കഥകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? അവൻ എയർ ഹോസ്റ്റസും പൈലറ്റും ഒക്കെ വന്നിട്ട് ടോയ്ലറ്റ് കഴുകുന്നു. നമ്മളോ കഴുകൂ? എനിക്കറിയില്ല. പക്ഷെ കഴുകുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഷറാദിലെ ടോയ്ലറ്റ് കഴുകിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു താഴെ അവൻ ബാച്ചിലേഴ്സ് എന്നൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് കഴിയുമായിരുന്നു. സ്തോത്രം. നിങ്ങൾ നമ്മളെ ബ്ലസ് ചെയ്തിരിക്കുക. ഒരു റിയാൽ കൊണ്ട് ദശാംശം ഇട്ടിട്ട് 10 മടങ്ങ് വേണമെന്ന് പ്രാർത്ഥിക്കരുത്. ഓക്കെ? തന്നതിന്റെ വിശ്വസത ദൈവത്തിൽ കാണിച്ചാൽ മതി. ബാക്കി നമ്മുടെ നോക്കിക്കോളും. ഞാൻ പറഞ്ഞില്ലയോ, എനിക്ക് പറയാനുണ്ട്. സ്തോത്രം. എന്റെ ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഞാനങ്ങ് കോടികൾ സമ്പാദിച്ചെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ ദരിദ്രനല്ല. എനിക്കിത് എടുത്തു പറയാൻ ആഗ്രഹമുണ്ട്. കാരണം എന്തറിയാമോ? സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ കഴിയുന്നിടത്തോളം നേരായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഞാനൊരു പാസ്റ്റർ ആവുമെന്ന് എന്റെ സ്വപ്നത്തിനകത്തൂടെ പോലും പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് പാസ്റ്റർ എന്നുള്ള പദവി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭീകരമായ പദവിയാണ്. മീൻസ് അതിനുള്ള യോഗ്യതകളൊന്നും ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല. I don't have such kind of experiences. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു പദവിയും പ്രതീക്ഷിച്ചിട്ടല്ല. ഒരു ദിവസം പിടിച്ചിട്ട് അസിസ്റ്റന്റ് പാസ്റ്റർ ആക്കി. ഒട്ടും പ്രതീക്ഷിക്കാതെ. പാസ്റ്റർ പറഞ്ഞല്ലോ, കുറച്ചു കാലം കഴിഞ്ഞപ്പം ആമേൻ സ്തോത്രം പിടിച്ച് പാസ്റ്റർ ആക്കി. ക്ലിഫി പാസ്റ്റർ ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പുരുഷൻ പാസ്റ്റർ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ. ചിലർ എന്നോട് പറഞ്ഞു അതൊന്ന് ചോദിക്കണം, എന്റെ റീസൺ ആണ്. ഞാൻ പറഞ്ഞു ചോദിക്കുന്നില്ല. എനിക്ക് എന്നെ വിളിച്ചത് ഇതിനാന്നേ, എന്റെ വിളി ഇതാന്നേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അതിൽ സന്തോഷവാനാണെന്നേ. എന്റെ ദൈവത്തിന്റെ വിളിക്കകത്ത് ഞാൻ സന്തോഷവാനാ. വേറെ ആരെങ്കിലും 10 വരെ വിളിച്ചോണ്ട് പോയി വേറെ പ്രസ്ഥാനം തുടങ്ങിയേ. ഇപ്പൊ മൊത്തം നടക്കുന്ന അതാ അല്ലേ? പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉരുവായി വരുമല്ലേ? എന്താ കാര്യം? ഇതാ കാര്യം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ നട്ടത് ഇതിനകത്താ അല്ലേ? മാവിന്റെ ഒക്കെ തൈ കൊണ്ട് മാങ്ങാണ്ടി കൊണ്ട് കുഴിച്ചിടുമ്പോൾ അത് അവിടെ നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ എന്നെ കുഴിച്ചിട്ടത് ഗ്രേസ് ചർച്ച് ഓഫ് ഗോഡിനകത്താ. ആമേൻ. അതിനകത്തത് കിളുക്കണമെന്ന് എന്റെ ആഗ്രഹം. അതിനകത്ത് ഫലം കായ്ക്കുന്നത് എന്റെ ആഗ്രഹം. ഹല്ലേലൂയ. സ്തോത്രം. പദവികളിലല്ല കാര്യം. ഇന്ന് ശിവപാസ്റ്ററിനോട് പറഞ്ഞു, ഇവിടെ 2 കസേര ഉണ്ട്, ഇവിടെ വന്നിരിക്കണം. ഇന്ന് എന്നോട് പറഞ്ഞ കാര്യം നമുക്ക് വേണ്ട പാസ്റ്റർ. അതിനൊരു റീസൺ ഉണ്ട്. ക്ലിഫ് പാസ്റ്റർ ഉള്ള സമയത്ത് അമ്മൻ ബോംബെയിൽ നിന്നാണ് ശിവപാസ്റ്ററുടെ റിലേറ്റീവ് ഒരു പാസ്റ്റർ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ലീഡ് ചെയ്യുന്ന ആള് മാത്രം ഫ്രണ്ടിൽ ഇരുന്നാൽ മതി, അല്ലാത്തവര് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇരുന്നാൽ മതി. അന്ന് തൊട്ട് ഇന്ന് വരെ ആ പറഞ്ഞത് ആക്റ്റീവ് ആണല്ലോ അല്ലേ? ആണോ അല്ലേ? ഇനി എന്നത് ക്യാൻസൽ ചെയ്യുന്നു അന്ന് വരെ ആക്റ്റീവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കും. ഇപ്പൊ ശിവപാസ്റ്ററെ പിടിച്ചുകൊണ്ടിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരിക്കണം? ഞാനിരിക്കും. സന്തോഷം. ഇത് ചുമ്മാ അതിശയോക്തിക്ക് പറയുന്നില്ല, സന്തോഷം. അതുകൊണ്ട് അവസ്ഥ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് നിന്ന് നോക്കിയ ദൈവത്തിന് വേണ്ടിയിട്ട്, നിങ്ങളൊന്ന് നിന്ന് നോക്കിയ ദൈവസന്നിധിയിൽ, ഒന്നും ആരും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നിന്ന് നോക്കി. ബോംബെയിലെ ട്രെയിനിൽ കയറ്റുന്നവരെ കർത്താവ് തള്ളിക്കൊണ്ടുപോകും. നിങ്ങളൊന്ന് വിശ്വസിച്ചെന്ന് ചെയ്ത് നോക്കിയ. പക്ഷേ അവൻ ദൈവ ഭയം ഉണ്ടാകും. ഞാൻ ഇന്നലെ ഒരു പ്രിൻസ് പാസ്റ്റർ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഒരു സാക്ഷ്യം കിട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച ഏതാ ചർച്ച? ലോകത്തിലെ കൊറിയൻ ചർച്ച് 8 ലക്ഷം പേരൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. പാസ്റ്റർ പോൾ യോഗിച്ചോട് ചർച്ച. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച ഏതാന്ന് പറയാം? Andhra. Which church is that? What is the name of the church? Calvary Fellowship. Okay? Pastor Satish Kumar. Hyderabad.
4 ലക്ഷം പേരോളം കൂടുന്നുണ്ട്. എത്ര? 4 ലക്ഷം പേര് ഒരാരാധനയ്ക്ക് കൂടുന്നു. 60 ദിവസം കൊണ്ട് ഒരു ചർച്ച് ഉണ്ടാക്കിയ ഹിസ്റ്ററി അവർക്കുണ്ട്. അതായത് ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയ ഒരു ഹിസ്റ്ററി അവർക്കുണ്ട്. 60 ദിവസം കൊണ്ട് ഞാനൊരു വീഡിയോ കണ്ടത്, കാണേണ്ട കാര്യങ്ങൾ. ഗവൺമെന്റ് മെട്രോ അവരുടെ ചർച്ച് വരെ കയറ്റി കൊടുത്തു. പോലീസ് സ്റ്റേഷൻ അതിനു വേണ്ടിയിട്ടുണ്ട്. റോഡിലെങ്ങും ഒരു പ്രശ്നമില്ല. 4 ലക്ഷം പേര് കൂടുന്നു എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്കറിയാം, IPL കണ്ടവർക്കൊക്കെ അറിയാം, 30,000 40,000 ഒരു ഗാലറിയിൽ ഇരിക്കുന്ന ഉടനെ എന്ത് വലിയ ക്രൗഡാണ്. അപ്പൊ 4 ലക്ഷം ആണെങ്കിലോ? സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, പ്രിൻസ് പാസ്റ്റർ ഒരു സാക്ഷ്യം പറഞ്ഞത്, ഈ മനുഷ്യൻ തന്റെ ചെറുപ്പകാലത്ത് തലശ്ശേരിയിൽ എവിടെയോ ഒരു കോഴ്സ് പഠിക്കാൻ വന്നു. അങ്ങനെ ഈ സംഭവം നടക്കുന്ന ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രിൻസ് പാസ്റ്റർ പോകുമ്പോൾ അവിടെ വെച്ച് ഈ പാസ്റ്ററും അതിൽ പങ്കെടുത്തു. അപ്പോ അദ്ദേഹത്തെ പറ്റി പറഞ്ഞൊരു സാക്ഷ്യം. പിന്നെ അവിടെ പഠിക്കാൻ വന്നപ്പോൾ ആ കല്യാണം നടക്കുന്ന പെൺകുട്ടിയുടെ പിതാവിന്റെ പിതാവ് പാസ്റ്റർ ആയിരുന്നു. സാക്ഷ്യം പറഞ്ഞ് ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ശരിയാണ്, സ്നാനപ്പെട്ടു. ഒരു ദിവസം ആരാധനയ്ക്ക് പോകാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന് വരുന്നില്ല, ഇന്ന് മൈക്ക് ടൈസന്റെ ഒരു ഗുസ്തി ഉണ്ട്, അതിന്റെ ഫൈനലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് കാണുക എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം അവിടെ നിന്ന് കണ്ടു. അത് കണ്ടില്ല. കറണ്ട് പോയി കഴിഞ്ഞ് കറണ്ട് വന്നപ്പോഴത്തേക്ക് ഗുസ്തി കഴിഞ്ഞു. പാസ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പിന്നെ നീ ചെയ്തത് തെറ്റാ, നീ അത് ചെയ്യരുതെന്ന്. സ്തോത്രം. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ആരാധനയ്ക്ക് പോയിരുന്നു. അദ്ദേഹം ഇന്ന് അവിടുത്തെ പാസ്സാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു, സതീഷ്, ഇഫ് യു ഡിസപ്പോയിന്റഡ് ഗോഡ്, ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ഡിസപ്പോയിന്റ് യു. നീ ദൈവത്തെ ഡിസപ്പോയിന്റ് ചെയ്താല് ദൈവം നിന്നെ ഡിസപ്പോയിന്റ് ചെയ്യും. അന്ന് പുള്ളി തീരുമാനിച്ചു, എന്റെ ലൈഫിൽ ഇനി ഒരു ആരാധനയും ഞാൻ മുടക്കത്തില്ല. ചെറുപ്പക്കാരനായ ഞാൻ എന്റെ ഒരാരാധന ഇനി മുടക്കത്തില്ല. ഇത് ദൈവഭയത്തെ പറ്റിയാണ് പറയുന്നത്. ഒരാരാധന ഇന്ന് മുടക്കത്തില്ല. അവിടുന്ന് സ്തോത്രം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ആരാധനയ്ക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഒരു ദിവസം ബാംഗ്ലൂരിലേക്ക് ഏതോ ഒരു കോഴ്സിന് വേണ്ടി വീണ്ടും പോകണം. അപ്പൊ അന്ന് രാവിലെ പോകുന്നത്, ഇത് തലശ്ശേരിന്ന് ട്രെയിൻ കിട്ടുന്നത് 8 മണിക്കാണ്. ആരാധന തുടങ്ങുന്നത് 9 മണിക്കാണ്. ചെന്ന് പാസ്റ്ററോട്, പാസ്റ്റർ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആരാധന മുടക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പാസ്റ്റർ ചോദിച്ചു, ഐ യു സീരിയസ്? He said, yes, I'm serious. പാസ്റ്റർ പറഞ്ഞു, 5 മണിക്ക് ഞാൻ വന്ന് ചർച്ച് തുറക്കാം, നീ വരുമെന്ന് ചോദിച്ചു. ഞാൻ വരുമെന്ന് പറഞ്ഞു. 5 മണിക്ക് വന്ന് പാസ്റ്റർ ചർച്ച് തുടങ്ങി. പാസ്റ്ററും ആന്റിയും ചർച്ച് ഓപ്പൺ ചെയ്തു. 3 പേരായിട്ട് ഒരാരാധന നടന്നു, പാസ്റ്റർ സതീഷിന് വേണ്ടിയിട്ട്. ആ ആരാധന പങ്കെടുത്തു കഴിഞ്ഞപ്പോ ആ പാസ്റ്റർ തലേ കൈവച്ച് പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത്, നിന്നെ ദൈവം അനുഗ്രഹിച്ചു വലിയവനാക്കുമെന്ന്. 4 ലക്ഷം പേരുടെ പാസ്റ്ററാണ്. സ്തോത്രം, ഹല്ലേലൂയ. 4 ലക്ഷം പേരുടെ പാസ്റ്ററാണ്. സ്തോത്രം. ദൈവഭയത്തിൽ നിന്നതുകൊണ്ട് ആരാധന മുടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരും. മുടക്കരുത്. ഭാര്യ പറയുന്നത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്നത്, എന്തി വലിഞ്ഞാണെങ്കിലും ചർച്ചിൽ പോകുന്നു. സ്തോത്രം. ഒരു വയ്യാത്തൊരു കുഞ്ഞുണ്ടായിരുന്നു, നിങ്ങൾക്ക് പലർക്കും അറിയാം. ആ കുഞ്ഞിനെ എടുത്തോണ്ട് ആരാധന തുടങ്ങുന്നതിന് മുമ്പ് അവൾ ആ ചർച്ച ചെന്നിരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഒരു കാരണവശാലും മുടക്കരുത്. ഇനി എന്റെ കാര്യം പറയാം. പൊക്കുക നിങ്ങൾ വിചാരിക്കരുത്. 25 വർഷമായിട്ട് ഒരു 3-4 ആരാധന മുടങ്ങിയിട്ടുണ്ട്. 2 ആഴ്ച എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു കിടന്നപ്പോ പോകാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അടുത്ത 2 ആഴ്ച അമ്മ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ പോകാതിരുന്നിട്ടുണ്ട്. അല്ലാതെ പോകാതിരിക്കാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഹല്ലേലൂയ, കൃപയാലെന്ന് പറയാനുള്ളൂ. സ്തോത്രം, പങ്കെടുത്തിട്ടുണ്ട്. നന്മയല്ലാതെ തിന്മ ഉണ്ടായിട്ടില്ല. സ്തോത്രം. നന്മയല്ലാതെ തിന്മ ഉണ്ടായിട്ടില്ല. നിങ്ങൾ അവിശ്വാസികളുടെ ഇണയല്ല പെണ്ണ് കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ചയുണ്ട്. വെളിച്ചത്തിനും ഇരുളിനോട് എന്തൊരു കൂട്ടായ്മയുണ്ട്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തമുണ്ട്. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് സ്തോത്രം എന്താണ് ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്താണ് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയം അല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിനകത്ത് എന്താ ഉണ്ടാകണം? ആരാധന ഉണ്ടാകണ്ടേ? ജീവനുള്ള ആലയത്തിനകത്ത് എപ്പോഴും പഴയ നിയമകാലത്ത് സ്തോത്രം വിളക്കിലെ തീ കെടരുതായിരുന്നു, കെടാതെ കൊണ്ട് നടക്കണമായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി പുതിയ നിയമ വിശ്വാസത്തിന്റെ അകത്ത് സ്തോത്രം ആരാധന എപ്പോഴും ഉണ്ടായിരിക്കണം, അനുദിനം ഉണ്ടായിരിക്കണം. അപ്പൊ പിന്നെ ആരാധന മുടക്കാൻ പറ്റുമോ? മുടക്കരുത്. ജീവൻ പോയാൽ മുടക്കരുത്. എന്റെ വാക്ക് നിങ്ങൾ കേൾക്ക്. ജീവൻ പോയാൽ മുടക്കരുത്. ജീവൻ പോകുമെന്ന് പറഞ്ഞാൽ മുടക്കരുത്.
സ്തോത്രം. കാരണം എന്താ? ദൈവ ഭയത്തിനകത്ത് വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് സ്നേഹം ഉണ്ടായിരിക്കും. ജീവൻ തന്ന ക്രിസ്തുവിനോട് ഒരു പ്രേമം ഉണ്ടായിരിക്കും. സ്തോത്രം. ആ വാക്കാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറയുന്നത്. അതിനെ നമ്മൾ വേറെ മീനിങ്ങില കൊണ്ടുപോകുന്നെങ്കിലും ആ വാക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് യഥാർത്ഥമായി വെളിപ്പെടേണ്ടത്. യേശു ഞാനുമായിട്ടുള്ളത് ഒരു പ്രേമ ബന്ധമായിരിക്കണം, ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോ എന്താ? നിങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണെങ്കിൽ അല്പമൊക്കെ എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത പറഞ്ഞാൽ അത് ക്ഷമിക്കത്തില്ലേ? ക്ഷമിക്കോ? ഭാര്യ ഭർത്താവ് നല്ല സ്നേഹമുള്ളവരാണെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ ഒരു അല്പസമയം ഒരു പിണക്കം വന്നാൽ പെട്ടെന്ന് അത് മാറില്ലേ? മാറില്ലെങ്കിൽ മാറ്റണം. അതാണ് റിലേഷൻഷിപ്പിന്റെ സ്തോത്രം, ആ ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ബ്യൂട്ടി ആയിരിക്കണം യേശുവുമായിട്ടുള്ള ബന്ധത്തിനകത്ത്, ആ ബ്യൂട്ടി ആയിരിക്കണം ക്രിസ്തുവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത്. സ്തോത്രം, ഹല്ലേലൂയ. ആ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാൻ പറ്റും. സ്തോത്രം. ഞാൻ അവരിൽ വസിക്കും. ആരില വസിക്കുന്നത്? ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇടപെടാത്തവരുടെ അകത്ത് ഞാൻ ഇറങ്ങി വന്ന് വസിക്കും. ദൈവമക്കളെ, വിശ്വാസത്തിനകത്ത് സീരിയസ്നെസ് ഉണ്ടാകണം. വിശ്വാസ ജീവിതം സീരിയസ് ആയിട്ട് എടുക്കണം. ഒക്കുന്നത് പോലെയല്ല, ഒക്കാത്തതിനെ ഒപ്പിച്ചെടുക്കണം. വിശ്വാസ ജീവിതത്തിനകത്ത് ഒക്കാത്തതിനെ ഒപ്പിച്ചെടുക്കണം. നഷ്ടം വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നഷ്ടം പറ്റില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും. ഒരു ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഒരു 100 റിയാലിന്റെ ജോലി കിട്ടിയാൽ മതി ഇരുന്ന സമയത്ത് എനിക്കൊരു ജോലി കിട്ടി. 600 റിയാൽ ശമ്പളം. 100 റിയാൽ പ്രതീക്ഷ, 600 റിയാൽ ശമ്പളം. പക്ഷെ വെള്ളിയാഴ്ച പണിയുണ്ട്, വെള്ളിയാഴ്ച ജോലിയുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചു. കാരണം എന്താ? എനിക്ക് എന്റെ ആരാധന മുടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എനിക്ക് എന്റെ ആരാധന മുടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് വേണ്ടെന്ന് വെച്ചു. തിന്മ വന്നില്ല. സ്തോത്രം. ഒരു സ്റ്റെപ്പ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എടുത്തു വെച്ച് നോക്കിയേ. ഒരു സ്റ്റെപ്പ് ദൈവത്തോടൊന്ന് ചേർന്ന് നോക്കിയേ. സ്തോത്രം. യു വിൽ സീ ദ ഡിഫറൻസ്. നിങ്ങൾ അതിന്റെ വ്യത്യസ്തത കാണും. മറ്റുള്ളവർ കാണുന്നല്ല, നിങ്ങൾ കാണും. നിങ്ങൾ അതിന്റെ വ്യത്യസ്തത കാണും. ദൈവം നിങ്ങളെ പുലർത്തും. സ്തോത്രം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് തുടരുത്. സമയമില്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല. യാതൊരു അശുദ്ധമായതും തൊടാൻ പോകരുത്. അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും തൊടാൻ പോകരുത്. മറുത്തു പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മുടെ പോക്കറ്റിലും വരരുത്, നമ്മുടെ വാലറ്റിനകത്ത് ഉണ്ടാകരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്. സ്തോത്രം. ദൈവ ഭയത്തിനകത്ത് നിന്നുകൊണ്ട് ഉള്ളത് മതി എന്ന് വെപ്പിൻ. ആമേൻ. ഉള്ളത് മതി എന്ന് വെപ്പിൻ. എന്നെ പറയുന്ന സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഏതാണ്ട് ചെയ്യുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനെന്ത് സപ്പോർട്ട് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. വഴക്കുണ്ടാക്കിയിട്ടേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? നേരായിട്ട് നടക്കണം. നേരായിട്ട് നടക്കാൻ ശ്രമിക്കണം. നേരായിട്ട് നടക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. എങ്കിലും നേരായിട്ട് നടക്കും. എന്നാലും നേരായിട്ട് നടക്കും. നേരായിട്ട് നടക്കുന്നവരുണ്ടല്ലോ, ദൈവത്തിന് കൈവിടാൻ പറ്റില്ല. എല്ലാവരുടെയും ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെയും കൂടെ ഒരു ദൂതനുണ്ടെങ്കിൽ നേരായിട്ട് നടന്നാൽ മാത്രം എന്ന് ആഗ്രഹിക്കുന്നവരുടെ പല ദൂതന്മാരുണ്ടാവും. ദൂതൻ ഇറങ്ങുവന്നേ, വഴി കാണിക്കാൻ ദൂതൻ ഇറങ്ങുവന്നേ. സ്തോത്രം. നിങ്ങൾ അങ്കലാപ്പിലായിട്ടിരിക്കുന്ന സമയത്ത് പോലും സ്തോത്രം ദൂതൻ ഇറങ്ങി നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. അവൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും അത് ടെസ്റ്റ് ചെയ്ത് പോയി, നിങ്ങളുടെ ജീവിതത്തിൽ ട്രൈ ചെയ്ത് പോയി. പലപ്പോഴും എന്താ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളും ബ്ലോക്ക് ഉണ്ടാകുന്നത് ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ്. ആമേൻ. സ്തോത്രം. ഞാൻ അധികം ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ആ ദൈവ ഭയത്തിലേക്ക് ദൈവമക്കൾ നടക്കണം. ആ ഭയം അതൊക്കെ ഉണ്ടാകണം, അല്ലേ? സ്തോത്രം. ഈ ഭൂമിയിലെ നിയമങ്ങൾ നമ്മൾ കീഴ്പ്പെട്ടില്ലെങ്കിൽ നമുക്ക് ശിക്ഷയുണ്ട്, അല്ലേ?
ഓഫീസുകളിൽ ആണെങ്കിലും ഉണ്ട്, അവൻ രാജ്യത്തിന്റെ നിയമത്തിലാണെങ്കിലും ഉണ്ട്, ട്രാഫിക്കിലാണെങ്കിലും ഉണ്ട്, അവൻ എവിടെയായാലും ഒരു നിയമമുണ്ട്. പാലിച്ചില്ലെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. പക്ഷെ ദൈവസന്നിധി മാത്രം ശിക്ഷയൊന്നുമില്ലല്ലോ, അല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് ഭയമില്ലാത്തത്? അതുകൊണ്ടല്ലേ നമുക്കൊരു ഭയം നമ്മൾ വ്യാപരിക്കാത്തത്? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ബ്ലോക്കായി നിൽക്കുന്നത് ഭയമില്ലാത്തതുകൊണ്ടാണെന്ന് തിരിച്ചറിയണം. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയാത്തത് ദൈവഭയം ഇല്ല എന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. നമുക്ക് നമ്മെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് ആരരുളി ചെയ്യുന്നു? ആരാ? സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. ആമേൻ. എന്റെ സ്പോൺസർ പറയുന്നതല്ല പറയുന്നത്, ഇവിടുത്തെ പ്രധാനമന്ത്രി പറയുന്നതല്ല പറയുന്നത്. സർവശക്തനായ ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കി സകലത്തിനും ജീവൻ കൊടുത്ത, ഇന്ന് നമ്മൾ വ്യാപരിക്കുന്ന ജീവനുണ്ടല്ലോ, അത് കർത്താവിന്റെ ജീവന. ആ ജീവൻ തന്ന കർത്താവ് സർവശക്തൻ അരുളി ചെയ്യുന്നു, അവൻ ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രനും പുത്രിയുമായിരിക്കും. എന്തുകൊണ്ട്? എങ്ങനെ? സ്തോത്രം. ഹല്ലേലൂയ. ഭയത്തോടെ ജീവിച്ചാൽ, അശുദ്ധമായി തൊടാതിരുന്നാൽ, അവരുടെ ഇടയിൽ നിന്ന് വേണ്ടാത്തതിൽ നിന്ന് അവൻ ഹല്ലേലൂയ സ്തോത്രം വേർപെട്ടിരുന്നാൽ, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ആ വാക്യം, കുറിവാക്യം ഒരിക്കൽ കൂടെ വായിച്ചു നിർത്താം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയം ഉണ്ടാകട്ടെ, ദൈവഭയം ഉണ്ടാകട്ടെ, ദൈവഭയം ഉണ്ടാകട്ടെ. അവൻ ദൈവത്തോടെ എല്ലാവരുടെയും നമുക്ക് ദൈവഭയം ഉണ്ടാകട്ടെ. സ്തോത്രം. ദൈവത്തെ ആദ്യം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നൊരു ഭയം നമ്മുടെ അകത്തുണ്ടാകട്ടെ. സ്തോത്രം. ഒന്നാം സ്ഥാനം ജോലിക്കല്ല, അല്ലേ അല്ല. സ്തോത്രം. എന്റെ ബോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഈസ് വർഷിപ്പ്. ഞാൻ പറഞ്ഞു, എനിക്കല്ലത്. ജോലി എനിക്ക് വേണം, അതിനോട് ഞാൻ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വർക്ക് വർഷിപ്പ് അല്ല. ഇടയ്ക്കിടയ്ക്ക് എന്റെ ദൈവത്തെ പിടിച്ചിടും. പുള്ളിക്കാരി എന്നെ വളരെ കാണിക്കുന്നില്ല. നീ പ്രാർത്ഥിക്കുന്നവനല്ലയോ? ഇടയ്ക്കിടയ്ക്ക് പറയും ആന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവങ്ങളെ, ദൈവഭയം ഉണ്ടാകട്ടെ. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരിക്കൽ കൂടെ അവൻ സ്തോത്രം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അകത്തൊരു ദൈവഭയം ഉണ്ടാകട്ടെ. സ്തോത്രം. ഒരൊറ്റ ആരാധന മുടക്കരുത്. വീണ്ടും ദൈവനാമത്തിൽ ഓർപ്പിക്കുക. സ്തോത്രം. ഒരു സാഹചര്യം വന്ന് ചിലപ്പോൾ കൊതിക്കും, കർത്താവ് എവിടെയെങ്കിലും ഒരു ആരാധന ഉണ്ടായിരുന്നില്ല, എനിക്ക് പങ്കെടുക്കാമായിരുന്നു. ഇന്ന് ലാവിഷായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ അവൻ സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ അവൻ ഇപ്പോ തന്നെ നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു.